ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിങ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട് എന്ത് മെസ്സേജാണ് യൂണിവേഴ്സിന് നിങ്ങളെ അറിയിക്കാനായിട്ടുള്ളത് എന്നുള്ളൊരു റീഡിംഗ് ആണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അത് കൂടാതെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള ഒരു റീഡിംഗ് കൂടിയാണ്. അപ്പോൾ മനസ്സൊക്കെ ഒന്ന് ശാന്തമാക്കി വെച്ചതിന് ശേഷം റീഡിംഗ് കാണുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഇന്ന് കാർഡുകൾ ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. 4 of swords, 9 of wands, Queen of wands, temperance, fool, judgment, ace of wands. ഓക്കെ, നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, ഒരു 9 of wandsൻ്റെയും ഒരു 4 of swordsൻ്റെയും എനർജി നിങ്ങളുടെ കറണ്ട് എനർജിയാണ് കാണിക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾ വിചാരിച്ച രീതിയിൽ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, അതല്ലെങ്കിൽ നിങ്ങൾ അർഹിച്ച തരത്തിലുള്ള ഒരു അംഗീകാരം അതല്ലെങ്കിൽ ഒരു അവസരമൊന്നും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ള ഒരു ചിന്തയിലാണ് നിങ്ങൾ. അപ്പോൾ ഒരു കാര്യങ്ങളൊക്കെ ഒന്നും നടക്കാത്തൊരവസ്ഥ പോലെ നിങ്ങൾക്ക് തോന്നുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഒരു മന്ദഗതിയിൽ കാര്യങ്ങൾ പോകുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എന്ത് കാര്യത്തിനാണോ ഇതുവരെ ശ്രമിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ ഒരു അവസാന ഘട്ടമായെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ എടുത്തു ചാടി നിങ്ങൾ പിന്തിരിഞ്ഞു പോകാതിരിക്കുക. നിങ്ങൾക്കുള്ള അവസരം ഇവിടെ വന്നിരിക്കുന്നു. അതായത് ഈ ഒരു സമയം വരെയും കാര്യങ്ങൾ ഒന്നും ഒരു ചലനമില്ലാത്ത ഒരവസ്ഥയിലാണെങ്കിൽ അതല്ലെങ്കിൽ ഒരു മന്ദഗതിയിലാണെങ്കിൽ ആ ഒരു അവസ്ഥ മാറി പുതിയൊരു അവസ്ഥയിലോട്ട് നിങ്ങളുടെ ജീവിതം പോകുന്നതായിട്ട് ഇവിടെ ഈ ഒരു കാർഡുകൾ പറയുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഇതുവരെയും നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് നിങ്ങൾക്കതൊക്കെ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട കാര്യങ്ങളായിരുന്നു. ഒപ്പം തന്നെ കുറച്ചൊരു വിശ്രമം, മനസ്സിനൊരു ശാന്തത, ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമായിരുന്നു എന്നും കാണിക്കുന്നുണ്ട്. അപ്പോൾ ദൈവമായിട്ട് തന്നെയാണ് ഈ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നെത്തിച്ചതായിട്ട് കാണിക്കുന്നത്. അത് കൂടാതെ തന്നെ നമുക്ക് ഒരു ക്യൂൺ ഓഫ് വാണ്ട്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. ക്യൂൺ ഓഫ് വാണ്ട്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ആത്മവിശ്വാസത്തോടെയും അത് കൂടാതെ തന്നെ ഭയം വിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു സമയം അടുത്തു എന്നുള്ളതാണ്. അതാണ് ഈ ഒരു ക്യൂൺ ഓഫ് വാണ്ട്സ് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നു. കൂടാതെ നിങ്ങൾക്കൊരു ടീം ലീഡർഷിപ്പ്, അത് കൂടാതെ ചിലർ ഒരു അധ്യാപനം, ആ ഒരു എനർജി കിട്ടുന്നുണ്ട്. അത് കൂടാതെ അതായത് നമുക്ക് പ്രധാനമായും പറയാൻ കഴിയുന്നത് പൊതുജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുവാനുള്ള ഒരവസരം നിങ്ങളെ തേടി വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ ശോഭിക്കുമെന്ന് കാണിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്കൊരു കഴിവ് കാണിക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ മറ്റുള്ളവരുടെ ഒരു അംഗീകാരം, അത് കൂടാതെ ഒരു റെസ്പെക്റ്റ്, ഇതൊക്കെ നിങ്ങളെ തേടി വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതിനുള്ള ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ അടുത്തിരിക്കുന്നു എന്നാണ് ഈ ഒരു ക്യൂൺ ഓഫ് വാണ്ട്സ് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഇനി ആത്മവിശ്വാസത്തോടെയും ഭയമില്ലാതെയും മുന്നോട്ട് പോകുന്ന ഒരു സമയം വന്നിരിക്കുന്നു. എന്ത് കാര്യത്തിലാണോ നിങ്ങൾ ഈ ഒരു 9 of wandsന്റെ എനർജിയിൽ മുൻപ് വരെ അതല്ലെങ്കിൽ ഈ ഒരു സമയം വരെ നിങ്ങൾ 9 of wandsന്റെ എനർജിയിലാണ് നിൽക്കുന്നതെങ്കിൽ ഇതെല്ലാം മാറ്റിവെച്ച് നിങ്ങൾ ഈ ഒരു എനർജിയിലോട്ട് മാറാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ എപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക. നെഗറ്റീവിനെ ജീവിതത്തിലോട്ട് അട്രാക്ട് ചെയ്യാതിരിക്കുക. നിങ്ങളിൽ പലർക്കും ഇവിടെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ കൂടുതലാണെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓർക്കുക, ആ ഒരു ചിന്തകളൊക്കെ മാറ്റി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരുന്നുണ്ട്. അതിനെയൊക്കെ സ്വീകരിക്കുവാനായിട്ട് നിങ്ങൾ തയ്യാറാകുക. അതുകൂടാതെ നമുക്ക് ഒരു ഫൂൾ കാർഡ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾ ഭയം വിട്ടിട്ട് പുറത്തോട്ട് വരുന്നു എന്നുള്ളതാണ്. അതായത് ഇതുവരെയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ ഭയങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഞാൻ ഈ ഒരു രീതിയിൽ അത് ചെയ്താൽ അതെനിക്കൊരു തോൽവിയായി പോകുമോ, അതല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പരാജയങ്ങളൊക്കെ ഉണ്ടാകുമോ. ഒരുപക്ഷെ നിങ്ങൾ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങുവാനായിട്ട് ഒരുപാട് നാളുകളായി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് പേടിയാണ്. കാരണം ഞാൻ അതിനായിട്ട് പൈസ അത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്താലും അത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടാക്കുമോ, അതല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും അത് ഒരു നെഗറ്റീവായിട്ട് ബാധിക്കുമോ എന്നുള്ള രീതിയിൽ. പക്ഷെ ആഗ്രഹവും ഉണ്ട്, പക്ഷേ റിസ്ക് എടുക്കുവാനും നിങ്ങൾ തയ്യാറല്ല. അതാണ് ഇതുവരെ ഉള്ള നിങ്ങളുടെ ഒരു എനർജി ആയിട്ട് കാണിക്കുന്നത്. പക്ഷേ ഇനി നിങ്ങളുടെ എനർജി വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഇവിടെ റിസ്ക് എടുക്കുവാൻ തയ്യാറാകുന്നു. അതിലൂടെ നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ വരുന്നു. ഇതാണ് നമുക്ക് ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നത്. അപ്പോൾ
ഇനി ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളിൽ പലരും ഇതുവരെ ഉണ്ടായിരുന്ന നിങ്ങളുടെ ഭയങ്ങളെ മാറ്റിവെക്കുന്നു, അതിനുശേഷം ഒരു റിസ്ക് എടുക്കുന്നു, ആ വഴി നിങ്ങൾ മുന്നോട്ട് പോകുന്നു. അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ നിങ്ങളെ തേടി എത്തുന്നത് ഈ ഒരു ജഡ്ജ്മെന്റ് ആണ് നമുക്ക് ശേഷം കിട്ടിയിരിക്കുന്നത്. അതായത് ഇതുവരെ നിങ്ങൾ എന്താണോ കാത്തിരുന്നത് ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തുന്നു. നിങ്ങൾ എന്ത് ജോലിയാണോ ആഗ്രഹിച്ചത് അത് നിങ്ങളിലേക്ക് എത്തുന്നു. ബിസിനസ്സിൽ ഒരു വളർച്ചയാണോ നിങ്ങൾ ആഗ്രഹിച്ചത് അത് നിങ്ങളിലേക്ക് എത്തുന്നു. അതല്ലെങ്കിൽ ബിസിനസ്സിന് പുതിയൊരു തുടക്കം കുറിക്കുവാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിലേക്ക് എത്തുന്നു. ഇതൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ റിസ്ക് എടുക്കുന്നതിലൂടെയാണ് നിങ്ങൾക്ക് ഇവിടെ പുതിയ ഒരു അവസരം വരുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ കുറച്ചൊന്ന് റിസ്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറായിക്കൊള്ളൂ എന്നൊരു മെസ്സേജ് കൂടി ഇവിടെ യൂണിവേഴ്സ് നൽകുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഇവിടെ ഈ ഒരു സമയത്ത് ചില കാര്യങ്ങളിൽ നിന്നും പെട്ടെന്ന് പുറത്തോട്ട് വരാൻ നിങ്ങളിൽ പലർക്കും പേടിയാണ്. ആഗ്രഹമുണ്ടെങ്കിലും പുറത്തോട്ട് വരാനായിട്ട് പേടിയാണ്. എന്തെങ്കിലും സംഭവിക്കുമോ, അതല്ലെങ്കിൽ ഉള്ളത് കൂടി എനിക്ക് നഷ്ടമായി പോകുമോ എന്നുള്ള ചിന്തയാണ്. ഒരു പക്ഷേ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ജോലിയേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ജോബ് നോക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. പക്ഷെ എല്ലാത്തിനും നിങ്ങൾക്ക് ഭയമാണ്. റിസ്ക് എടുത്താൽ ഉള്ളതും കൂടി നഷ്ടമാകുമ്പോൾ ഇതാണ് നിങ്ങളുടെ ഒരു ചിന്ത. അപ്പോൾ നിങ്ങൾ പതിയെ ഒരു റിസ്ക് എടുക്കുവാനായിട്ട് തയ്യാറാകുക എന്നുള്ളൊരു മെസ്സേജ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൂടാതെ നിങ്ങളിൽ പല വ്യക്തികൾക്കും ഇവിടെ ഏസ് ഓഫ് വാൺസിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് ജീവിതത്തിൽ പുതിയ മാറ്റം, പുതിയ തുടക്കം, പുതിയ സാഹചര്യം, പുതിയ ജീവിത രീതി ഇതൊക്കെ നിങ്ങളെ തേടി വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട് ഒരുപാട് നല്ല മാറ്റങ്ങളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ യൂണിവേഴ്സ് നിങ്ങളോട്ട് അയക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് മുന്നിൽ ഇതുവരെ നിങ്ങളെ ആരും ഒരു റെസ്പെക്ട് ചെയ്യാത്ത, അംഗീകരിക്കാതെ മാറ്റി നിർത്തിയ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുണ്ട് പക്ഷെ അത് ആരും കാണാതെ പോകുന്ന ഒരു അവസ്ഥയൊക്കെ ആയിരുന്നു ഇതുവരെയും. പക്ഷെ അതൊക്കെ മാറി നിങ്ങൾ നല്ലൊരു രീതിയിലോട്ട് വരുന്നൊരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. അതാണ് ഇവിടെ യൂണിവേഴ്സിന് നിങ്ങളെ അറിയിക്കാനായിട്ടുള്ള ഒരു മെസ്സേജും. അപ്പോൾ നിങ്ങൾ ഇതുവരെ എന്തുമാത്രം ബുദ്ധിമുട്ടിയോ അതല്ലെങ്കിൽ എന്തുമാത്രം ദുഃഖം അനുഭവിച്ചോ അതിൽ നിന്നൊക്കെ നിങ്ങൾ മാറി പുതിയൊരു വഴിയിലോട്ട് നിങ്ങളിൽ പലരും പോകാൻ പോകുന്നു എന്നുള്ള ഒരു മെസ്സേജാണ്. അപ്പോൾ സമാധാനമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക, നെഗറ്റീവിനെ ജീവിതത്തിലോട്ട് അട്രാക്ട് ചെയ്യാതിരിക്കുക. ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോവുക. ജീവിതത്തിൽ പുതിയ അവസരങ്ങൾ വരുന്നുണ്ട്, നല്ല പുതിയ തുടക്കങ്ങൾ വരുന്നുണ്ട്. ഇതൊക്കെയാണ് കിട്ടിയിരിക്കുന്ന റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.